പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ നിന്ന് വരുന്നത്. പെരുന്താട്ടിരി അത്തിക്കാപ്പറമ്പിൽ കല്യാണം മുടക്കിയതിന്റെ പേരിൽ കൂട്ടയടി. കൊളപ്പറമ്പ് സ്വദേശിയായ പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് വിവാഹം മുടക്കിയെന്നാരോപിച്ച് പെരുന്താട്ടിരിയിലെ യുവാവിന്റെ വീട്ടിലേക്ക് എത്തിയത്. പരാതി പറയുന്നതിനിടെ യുവാവും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമണം നടത്തുകയും ചെയ്തു. ദൃശ്യങ്ങൾ ആദ്യം കാണാം. വീഡിയോ എടുക്കത്തോ വീഡിയോ എടുക്കാം ഓനെ നല്ല ഒന്ന് കൊടുക്കണം ഓനെ ഞാൻ ഒന്ന് കൊടുക്കാം കല്ലെടുക്കാൻ മലപ്പുറം കൂട്ടിലങ്ങാടിയിലാണ് അത്ര കല്യാണം മുടക്കിയ കൂട്ടത്തല്ല്. വേറെ വല്ല പണിക്കും പോയിക്കൂടെ അമ്മമാരേക്ക് തമാശല്ല. ഇമാരെ കല്യാണം മുടക്കി വെച്ചിട്ട് പോയിട്ട് കച്ചറ ഉണ്ടാക്കല അടി ഉണ്ടാക്കല. നമുക്ക് മലപ്പുറത്തിന് നേരം വരിട്ട് വെറുതെ ഈ കൊല്ലം തിരുവനന്തപുരം ടീമിന്റെ മാതിരി പപ്പടത്തിന് അടി ഉണ്ടാക്കി പിന്നെ പൊറോട്ടയെ ഗ്രേവി എടുത്തില്ല അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ വെറുതെ അടി ഉണ്ടാക്കി പറയിപ്പിക്കരുത്. അല്ല കല്യാണം മുടക്കിയിട്ട് ഞാൻ മുടക്കിക്കോട്ടെ. ഇതിപ്പോ കല്യാണം കഴിക്കൽ ഇസ്ലാമിൽ ഫർളുള്ള കാര്യമൊന്നുമല്ല. ഹലോ, കല്യാണം കഴിക്കൽ ഇസ്ലാമിൽ ഫർളൊന്നുമില്ല. ഇസ്ലാമിന് സുന്നത്തുള്ള കാര്യമുള്ളൂ. ചെയ്താൽ പ്രതിഫലം ഉണ്ട്, ചെയ്തില്ലേലും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഈ കല്യാണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് മുടക്കി. ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ ഈ കല്യാണം മുടക്കിയോലും അടി ഉണ്ടാക്കിയോലും ഇപ്പൊ ഇനിയിപ്പോ അടുത്തൊരു അന്വേഷണം വരികയാണ്. അപ്പൊ എന്തായി, ആ കല്യാണം മുടക്കിയ ടീമിന്റെ അതാണോ വയ്ക്കും. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും പെണ്ണ് കിട്ടി വൈക്കുമ്പോ കൂടെ കാറ് കൂടെ പോകുമ്പോ ഈ പെണ്ണിന്റെ ടീമായിക്കോട്ടെ ചെക്കന്റെ ടീമായിക്കോട്ടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ആ കല്യാണം മുടക്കി അടി ഉണ്ടാക്കിയ ടീമാണ് ഓന്റെ പെണ്ണുങ്ങളാണ്. അല്ലെങ്കിൽ ആ കല്യാണം മുടക്കിയ പെണ്ണ് പിന്നെ അടി ഉണ്ടാക്കിയ കേസിലെ പെണ്ണാണ്. ഇത് കാലാകാലം പറഞ്ഞോടുക്കും. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കൽ വലിയൊരു സംഭവമായിട്ട് അതിന്റെ മേലിൽ അടി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ആക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായോ? കല്യാണം വലിയ ജീവിതത്തിലുള്ള സംഭവമാണ്. അതിന് അടി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേക്ക്, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കല്യാണം കഴിച്ചറിഞ്ഞിട്ട് ഇപ്പൊ അയാൾ പെണ്ണുണ്ടായിട്ടാ ജീവിക്കണേ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടാ ജീവിക്കണേ. എന്തിന് നമ്മളെ മുമ്പത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നമ്മളെ APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടാ? എന്തിന് കൂടുതൽ പറയണേ? കേരളത്തിന്റെ അഭിമാനം താരമായ മഹാനായ ഇർഷാദ് അവർകൾ എന്നറിയപ്പെടുന്ന ഞാൻ കല്യാണം കഴിച്ചിട്ടാ? അല്ല. അപ്പൊ കല്യാണം ഒരു സംഭവമേ അല്ല. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടായിക്കോളി. കല്യാണം കഴിക്കല് നിങ്ങൾക്ക് ഇന്ത്യന്നോ അല്ലെങ്കിൽ കേരളത്തിന്നോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ജില്ലയെന്നോ കല്യാണം കഴിക്കലെന്നോ ഒരു നിർബന്ധമില്ല. നല്ല പൈസ ഉണ്ടായിക്കോളി. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പൊ നമ്മൾക്ക് കല്യാണം നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് തെരഞ്ഞു വരും. പിന്നെ കല്യാണം കഴിക്കാത്തതിന് അടി ഉണ്ടാക്കേണ്ട ഒരു വിഷയമില്ല. ഇപ്പൊ കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ചെക്കന്മാരെയൊന്നും വേണ്ടെന്നാ പറയണത്. കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ചെക്കന്മാരെ വേണ്ടെങ്കിൽ കേരളത്തിൽ ചെക്കന്മാരും തീരുമാനിച്ചാൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ കേരളത്തിലുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാല്, നല്ല പൈസ ഉണ്ടായിക്കോളി. എന്നിട്ട് നല്ല ഒരുപാട് യാത്രകളൊക്കെ നടത്തിക്കൂട്ടി ജീവിതം എക്സ്പ്ലോർ ചെയ്തോളി, ആസ്വദിച്ചോളി. ആ പോണ വൈക്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു പെണ്ണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കിട്ടുന്നെ ചെയ്യും. അതിന് നിങ്ങൾ വെറുതെ അടി ഉണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ കോമഡി കഥാപാത്രങ്ങളാവരുതേ. അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പൊ ഇവരോടുമല്ല, ഇതേമാതിരിയുള്ള കല്യാണം മുടക്കി അടി ഉണ്ടാക്കണോടും കല്യാണം കിട്ടിയില്ല വെച്ച് ടെൻഷൻ അടിച്ചടക്കണോടും പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ.